ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ചയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ദേശീയപാതയിലൂടെ എത്തിയ മോഷ്ടാവ് ഇടവഴിയിലൂടെ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. അയൽ ജില്ലകളിലും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? സംസ്ഥാനം വിട്ടുകടന്നിട്ടുണ്ടാവുമോ ഈ പഠിച്ച കള്ളൻ? അരുൺകുമാർ, ഇതുവരെയും പോലീസിനോട് നാം സംസാരിക്കുമ്പോൾ ഒരു തുമ്പും അവരുടെ കയ്യിലില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം. പല രീതിയിലുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സാധ്യതകൾക്കൊപ്പം തന്നെ 10-25 ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല വഴിക്കും അന്വേഷണം പോകുന്നുണ്ട്. പ്രധാനമായും എറണാകുളം, കോട്ടയം ഈ പരിസരത്തേക്ക്, ആ ഭാഗത്തേക്ക് പോയി കാണാനാണ് സാധ്യത എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതേസമയം തന്നെ മറ്റു പല സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നു. ഇത്തരത്തിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ഒരു കവർച്ചയാണ് എങ്കിൽ, വളരെയധികം ആളുകൾ പങ്കുചേർന്നിട്ടുള്ള ഒരു വലിയ സംഘടിതമായ ഒരു കവർച്ചയായിരുന്നെങ്കിൽ ഇതിനകം തന്നെ പോലീസിന് കൃത്യമായ ഒരു സൂചനയും എന്തെങ്കിലും തെളിവുകളൊക്കെ ലഭിക്കുമായിരുന്നു. അത്തരത്തിലൊന്നല്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു ഒറ്റയാൾ കവർച്ചയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആളെ കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രയാസം, അല്ലെങ്കിൽ അതിന് സമയമെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നടന്ന ഒരു ATM കവർച്ച, അത്തരത്തിൽ കുറച്ച് കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഒരുപാട് സാധ്യതകൾ, പോലീസിന് ഒരു തെളിവ് കണ്ടെത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒറ്റയ്ക്കുള്ള ഒരു കവർച്ചയിൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് പോലീസ് നിഗമനം. എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാനാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുമായി അടുത്ത ഒരു ബന്ധം ഈ കവർച്ചക്കാരനുണ്ട് എന്ന നിഗമനം ഉറപ്പിക്കുകയാണ് ഇപ്പോഴും പോലീസ്. അല്ലാതെ ഇത്തരമൊരു ബാങ്കിലേക്ക് വരികയും 46 ലക്ഷത്തിൽ നിന്ന് വെറും 15 ലക്ഷം മാത്രം എടുത്തുകൊണ്ട് പോവുകയും അതോടൊപ്പം തന്നെ ഒരു കരിക്കത്തിയുമായി, ഒരു സ്കൂട്ടറുമായി ഒക്കെ ഒരു കവർച്ചയ്ക്ക് വരുന്നത് ഒരു അസ്വാഭാവികത അതിൽ സ്വാഭാവികമായി ഇന്നലെ മുതൽ തന്നെ പോലീസിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വഴികളിൽ കൂടി അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ പോലീസിന്റെ മുമ്പിൽ ഒരു തുമ്പും ഇല്ല അരുൺകുമാർ. ഓക്കെ, ഒരു തുമ്പും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പഠിച്ച കള്ളനാണ് കേട്ടോ. 3 മിനിറ്റ് കൊണ്ട് ഒരു ബാങ്കിൽ കയറി 7 പേരെയും മുറിക്കുള്ളിനകത്താക്കി പൂട്ടി 15 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. ഇപ്പം മണിക്കൂർ ഏകദേശം 24 മണിക്കൂർ ആയിട്ടില്ല, 20 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രതിയെക്കുറിച്ച്, കള്ളനെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. സംസ്ഥാനം വിട്ടോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്.